ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ തൊണ്ട പ്രശ്നത്തിനൊരു ഫൈനൽ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് വേറൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. കാരണം എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ എന്തോ ആവശ്യത്തിനകത്ത് എബ്രോഡ് പോയേക്കാണ്. എന്നെ സംബന്ധിച്ച് ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ നമ്മൾ തെറാപ്പിസ്റ്റിനെ സജസ്റ്റ് ചെയ്തിട്ട് ദയിലുള്ള തന്നെ വേറൊരു ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ഇന്ദു എന്നാണ് തുടങ്ങണത്. ലാസ്റ്റ് വേർഡ് അറിയില്ല, കാരണം നമ്മൾ ഇന്ന് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അപ്പോൾ മൂപ്പര് കണ്ട വഴിക്ക് പറഞ്ഞു നമുക്കിത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. ശരി, നമുക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഒരു നിമിഷം ഞാനൊന്ന് പാളിപ്പോയി. കാരണം കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻഷുറൻസിൽ പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് കുറച്ചധികം നാളുകളായി. പക്ഷേ അത് നമുക്ക് പ്രീ അപ്രൂവലിനും ഒക്കെ കൊടുക്കണം. അപ്പോൾ ഡോക്ടറിന് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നവംബർ 14th സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്കട്ടല്ല, വായിലൂടെ തന്നെ ചെയ്യുന്നതാണ്. ഒരു 24 hours അഡ്മിഷൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ എന്താ പറയുക, കുറേ നാളത്തെ ഒരു കൺഫ്യൂഷനും സ്ട്രെസ്സിനും ഒക്കെ ഒരു വിരാമം എത്താൻ പോവാണ്. പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു എൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 weeks എങ്കിലും കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിചാരിച്ചു തുടങ്ങി, ഇനി നമുക്കിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ലല്ലോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് മ്യൂസിക്കെങ്കിലും ഇടണമെന്ന്. വോയിസ് തെറാപ്പി തൊട്ട് വിചാരിക്കണതാണ്, ഇതുവരെ പറ്റിയിട്ടില്ല. ശരിക്കുമുള്ള ഡിസിഷനൊക്കെ എടുക്കുമ്പോഴാണ് പാളിച്ചകൾ വരുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ ഞാൻ എന്തായാലും അപ്ഡേറ്റുകൾ അറിയിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിലവിൽ ഞാൻ ഇന്ന് പോയി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, എക്സ്റേ, ECG അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്കിനി ഡയറക്റ്റ് ഡോക്ടറിനെ കണ്ടാൽ മതി. എനിക്കിനി അനസ്തീഷ്യസിനെ കാണേണ്ട ഒരു ഡ്യൂട്ടി കൂടെ ബാക്കിയുണ്ട്. അത് നവംബർ 6 ചെല്ലുന്ന കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് ഹോസ്പിറ്റൽ കൂട്ടായിട്ട് അമ്മ പറഞ്ഞു. എനിക്ക് ആക്ച്വലി ഡിമ്പിളിനെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. അത് വേറെ കാര്യം. ഡിമ്പിൾ അല്ലെങ്കിൽ ഡോൺ ചേട്ടനുള്ളതാണ് എനിക്കിഷ്ടം. ഫസ്റ്റ് പ്രയോറിറ്റി ഡോൺ ചേട്ടനാണ്, സെക്കൻഡ് പ്രയോറിറ്റി ഡിമ്പിളിനാണ്, തേർഡ് പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുക്കുള്ളൂ. കാരണം അമ്മയ്ക്ക് പിള്ളേരെ എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റും. എന്താടാ തോമൂന് സർജറി എന്ന് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനായി തുടങ്ങി. ഇപ്പോൾ ചാക്കോൻ്റെ ഡെലിവറി സമയത്ത് ഒന്നും അറിയില്ല. അമ്മ എവിടെയോ ഒരു റൂമിൽ പോയിട്ട് വയറ് കയറിയിട്ട് കൊച്ചിനെ കൊണ്ടുവന്നു എന്ന് മാത്രമേ തോമൂന് അറിയുള്ളൂ. അപ്പം സൗണ്ട് പാടില്ല തോമു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണു. അപ്പം നമുക്ക് അമ്മേനെ വിളിച്ചു വരുത്തണം. അമ്മയമ്മ പിള്ളേരെ നോക്കിക്കോളും. ഡിമ്പിളുണ്ട്, മമ്മിയുണ്ട്, എല്ലാവരും ഉണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങളും നടക്കണം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഫുഡിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ തൊണ്ടയിൽ കൂടെയുള്ള പരിപാടികളാണല്ലോ. പിന്നെ എനിക്ക് ഇന്ന് ശരിക്കും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ഡേ ആണ്. കാരണം പല കൺഫ്യൂഷൻസ് എനിക്ക് തൊണ്ടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി എല്ലാം ഓക്കെയാണ്, ഞാൻ ഓക്കെ ആകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഡോക്ടറിനെ കണ്ടതിന് ശേഷം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ മറ്റേ ഡോക്ടർ പൊട്ടയാന്നല്ല. പക്ഷെ നമുക്ക് ചിലരെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരാമെന്ന് പറയില്ലേ, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇന്ന് കിട്ടി. ഇന്ന് നമ്മൾ VLSഉം കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് ഈ ഒരു ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തി നിഹാലാണ്. എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നിഹാലിനോട്. വേണമെങ്കിൽ നിഹാലിന് 1 month കൂടെ എൻ്റെ തെറാപ്പി എക്സ്റ്റെൻഡ് ചെയ്ത്, നിഹാലിനും നല്ലതാണ്, എനിക്ക് മോശമാണെങ്കിലും ഇതവരുടെ പാർട്ട് ഓഫ് ജോലിയാണ്. സോ അവർക്ക് പേഷ്യൻസിനെ കിട്ടുന്നതാണ് നല്ലതല്ലേ. പക്ഷെ നിഹാൽ എനിക്ക് വേണ്ടിയ കറക്റ്റ് ബെസ്റ്റ് സൊല്യൂഷൻ എനിക്ക് തന്നു. നിഹാലിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഉറപ്പായിട്ടും നിഹാലിനെ കാണിച്ചു തരും. ബിക്കോസ് എനിക്കിത് കഴിഞ്ഞ് തെറാപ്പിയുടെ ആവശ്യം വരും. അങ്ങനെ ഇപ്പം എന്താ പറയുക, നല്ല ജഗപോകയായി. എനിക്കറിയില്ല എങ്ങനെ 2 ആഴ്ച മിണ്ടാണ്ടിരുന്ന് ഇവരെ നോക്കുമെന്ന് എനിക്കറിയില്ല. സ്കൂളിൽ വിടണം, അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫങ്ഷൻസും കാര്യങ്ങളും അവർക്ക് സ്കൂളിൽ വരുന്നുണ്ട്, ഫാൻസി ഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ തോമൂനൊക്കെ വരുന്നുണ്ട്. അല്ല തോമു, എവിടെ പോവാ? കാക്കയോ? സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ തോമു. തോമുനിപ്പം എന്നോട് ഇച്ചിരി ഒട്ടൽ വളരെ കൂടിയേക്കാണ്. മറ്റേത് അപ്പയായിരുന്നു, അതുകൊണ്ട് അപ്പയ്ക്ക് അതിൻ്റെ ചെറിയൊരു നിരാശയുണ്ട്. അല്ലേ തോമു? അപ്പോൾ തോമുനും
സ്പോർട്സ് ഡേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൻ്റെ സ്കൂൾ ലൈഫിലെ ആദ്യത്തെ സ്പോർട്സ് ഡേ ആണ് ഇന്ന്. ചാക്കോനൊക്കെ സ്കൂളിൽ എന്താണ് കേരളപ്പിറവി ആഘോഷമാണ്. നാളെ സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് അവർ ആഘോഷമായിരുന്നു. നല്ല തലവേദന എനിക്ക് എടുക്കുന്നുണ്ട്, കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ചൂട്. ഞാൻ മോറോവർ എപ്പോഴും വീട്ടിലിരുന്നിട്ടാന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ പുറത്തിറങ്ങാനേ പറ്റില്ല. പുറത്തിറങ്ങി വരുന്ന ദിവസം എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ അസഹനീയമായ തലവേദനയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, നമ്മളുടെ കുറേ പേരുടെ പ്രാർത്ഥനയ്ക്കും എന്നെ ചോദിച്ചവർക്കും എന്നെ അന്വേഷിച്ചവർക്കും എനിക്ക് ഗൈഡൻസ് തന്നവർക്കും ഒരുപാട് നന്ദി പറയണു. നിങ്ങളുടെ ചിലർ 2-3 പേരുടെ ഒരു സോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോവില്ലായിരുന്നു. ഞാൻ ആ ബാസ് ശബ്ദം കൊണ്ട് ഇങ്ങനെ നടന്നേനെ. അതിൽ നിന്നൊക്കെ നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, കാരണം ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളും വിശ്വസും ഒക്കെ എനിക്ക് വേണം. കാരണം ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ സർജറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തോമിനെടുക്കണം, ഡ്രസ്സില്ല. ബിന്ദു മാം കാണും അല്ലേ തോമിന് ബിന്ദു മാം കാണുമോ എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി. മാം ഡ്രസ്സില്ലാതെ കാണാൻ എന്താ വിചാരിക്കുക അല്ലേ തോമിന് എന്ത് ചെയ്യുന്ന അറിയാത്തത്. പിന്നെ കറക്റ്റ് ഞാൻ ഫ്രൈഡേ സാറ്റർഡേ ആണ് എനിക്ക് ഡോക്ടർ സജസ്റ്റ്. ആദ്യം സാറ്റർഡേ പറഞ്ഞു, പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് സൺഡേ ഡിസ്ചാർജ് ആവാൻ പറ്റില്ല. സോ ഡോക്ടർ തന്നെ ഫ്രൈഡേ പോയിട്ട് സാറ്റർഡേ വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ റെസ്റ്റ് ഇതിന് ഭയങ്കര നിർബന്ധമാണ്. നമുക്കറിയില്ല, തൊണ്ടയിൽ ക്രാക്ക് വരുന്ന പരിപാടിയാണ്. ചാക്കോൻ്റെ തോമിനെ കണ്ണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ചാക്കോയ്ക്കാണ് ഫുൾ ഓൺ കുറുമ്പ്. തോമ ഒരുപാട് ഒതുങ്ങി കേട്ടോ. ഒരു വൈബിലായിരുന്നത് തോമോ പാച്ചു ഒരു സമയത്ത് വൈബിലായിരുന്നു. യെസ്, തോമോ വളരെ ഗുഡ് ബോയ് ആണല്ലേ തോമോ? ഗുഡ് ബോയ് ആന്ന് പറ. ഡോർ തുറക്കാൻ പാടില്ല കേട്ടോ. കൊഞ്ചല് കൂടി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മളിന്ന് കുറേ ബ്ലഡ് ടെസ്റ്റുകൾ, ഒരു 10,800 രൂപയുടെ ബ്ലഡ് ടെസ്റ്റുകൾ, ഇതിൻ്റെ സർജറിക്ക് ആവശ്യമായ കുറേ കാര്യങ്ങൾ നോക്കി. പിന്നെ ECG, എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട്. ഹോപ്പ് എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി വീട്ടിൽ വിളിച്ച് പറയണം. വീട്ടിൽ ഞാൻ ഓർത്ത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് വിളിച്ച് പറയാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കെന്തോ നിങ്ങളോട് പറയണം. കാരണം ഈ ഒരു കാര്യത്തിൽ എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് എൻ്റെ കൂടെ നിൽക്കുന്നവരെക്കാൾ, മീൻസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സല്ല, നമ്മുടെ സൗണ്ടൊക്കെ കേട്ട് ചേഞ്ചസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടും എനിക്ക് തോന്നുന്നു എൻ്റെ ബന്ധുക്കളെക്കാളും എൻ്റെ വീട്ടുകാരെക്കാളും കൂടുതൽ നിങ്ങളായിരിക്കും എന്നെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഹലോ, അമ്മയ്ക്ക് സർജറിയാന്ന് പറഞ്ഞു തോമോ? ശശിശ്രീ അല്ലേ സർജറി? തോമു ഗുഡ് ബൈ ആയിട്ട് ഇരിക്കുവോ? അമ്മയ്ക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ തോമുനി കുറുമ്പ് കാണിക്കുവോ? തോമുനി കുറുമ്പൊന്നും കാണിക്കില്ലെന്നാണ് കുറച്ച് നാളുകളായിട്ട് എന്നോട് പറയുന്നത്. ചേഞ്ച് ഉണ്ട്, പറഞ്ഞാൽ മനസ്സിലാവാൻ തുടങ്ങുന്ന പ്രായമായല്ലോ. സോ അപ്പം ഞാൻ ബെറ്ററാണ്. പക്ഷെ അതവിടെ ഇരിക്കും തോറും 2 എഡ്ജസ് കൂട്ടിമുട്ടി അതൊരു മുറിവിലേക്കും ബ്ലീഡിങ്ങിലേക്കും ഒക്കെ മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം എടുത്ത് കളയുന്നതാണ് എനിക്കും എൻ്റെ ആരോഗ്യത്തിനും നല്ലതെന്നാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്ത്. പിന്നെ എനിക്ക് 10th വരെ ഞാൻ ഫുള്ളി പാക്ഡ് ആണ്. ഇൻഷുറൻസ് പ്ലസ് നമുക്ക് കുറച്ച് കല്യാണം വരുന്നുണ്ട്. കുറച്ച് കല്യാണമല്ല, ഒരു കല്യാണം. പിന്നെ റോസേച്ചി എനിക്ക് തോന്നുന്നത് വലിയമ്മയുടെ ഓർമ്മ ദിവസത്തിന് വരും. റോസുമായി വരുന്നുണ്ട്. ആ, തോമിന്റെ ജീവനും പ്രാണനാണ് റോസമ്മായി അല്ലേ? തോമിന് റോസമ്മായി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ടൈം ഗ്യാപ്പ് കണ്ട ഇഷ്ടം കൂടുതൽ കാണിക്കുന്നത് ഒന്ന് എൻ്റെ അമ്മയോട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ റോസമ്മായാണ് കേട്ടോ. അവന് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. എന്താണെന്നൊന്നും എനിക്ക് സംഭവം നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണുക അങ്ങനെ ഒന്നുമില്ല. പക്ഷെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ റോസേച്ചി വിളിച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ മൂപ്പർക്കുണ്ട് കേട്ടോ. പക്ഷെ തോമുന് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് റോസമ്മായിട്ട് അല്ലേ? എന്നിട്ട് തക്കുടു, എന്നിട്ട് അമൽചേട്ടന് സ്റ്റാൻഡുള്ളൂ അല്ലേ? തക്കുടുവിന് ഇഷ്ടമല്ലേ? തക്കുടൂന്നല്ല കേട്ടോ, തക്കുടുവിന് ഇനി അമൻ ചേട്ടൻ എന്ന് വിളിക്കണം. തക്കുടുവിന് ശരിക്കും പിള്ളേർ ഞങ്ങൾ ഇപ്പോഴേ തക്കുടുവിനെ കളിയാക്കി. നീ സ്റ്റേജിൽ കയറുമ്പോൾ ഈ പിള്ളേരെല്ലാം നിന്നെ തക്കുടു അല്ലേ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇപ്പം തന്നെ എന്നെ കണ്ട ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണ ആളെ പോലെയൊക്കെ ഉണ്ടല്ലേ? ഇതെനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന ഡ്രസ്സാണ്.
അതൊന്ന് ഇട്ട് നോക്കിയപ്പോഴും അവർ തമ്മിൽ ഈ കൈയോടെ തന്നെ വീഡിയോ എടുത്തത്. കാരണം ഇനി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പിള്ളേർ എഴുന്നേറ്റാനൊന്നും പറ്റില്ല, ചാക്കു എണീറ്റാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി ഒരു ഫംഗ്ഷന് പോയി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, പക്ഷെ ഇതൊരു എഡിറ്റ് ചെയ്യാം. റോസമ്മായി വരുമോ? റോസമ്മായി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തോമുവിൻ്റെ അഭ്യർത്ഥന മാനിക്കുക. റോസമ്മായി എത്രയും വേഗം തൃശ്ശൂർക്ക് വരാം അല്ലേ തോമു? റോസമ്മാനെ ഇഷ്ടമാണോ? ഞങ്ങളിങ്ങനെ ടി വിയിൽ ചാക്കോന് ഒരു പോയിന്റിൽ നമുക്ക് പിടിച്ചിരുത്തണമെങ്കിൽ റോസേച്ചിയുടെ ആ അപ്പോൾ പിടിച്ചിരുത്തും നമ്മൾ ചേച്ചിയുടെ ചാനൽ. അപ്പോൾ ചേച്ചിയുടെ ചാനലിൻ്റെ പേര് ARA വൈബ്സ് എന്നാണ്. അപ്പോൾ നമ്മളത് വോയിസ് റിമോട്ടിൽ പറയുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവില്ല, ചേച്ചി വേറെ എന്താ കേൾക്കും. അപ്പോൾ തോന്നുന്നു ഇന്നലെ പറയണ്ട, അങ്ങനെ പറയാൻ മനസ്സിലാവില്ല അവൾക്ക് റോസമ്മൽ എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. ആ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാൻ. ഞങ്ങൾ പോലും ഇതുവരെ അങ്ങനെ സെർച്ച് ചെയ്തിട്ടില്ല. ഹലോ തോമു സ്കൂളിൽ പോയിട്ട് വന്നിട്ട് റെസ്റ്റിംഗ് ടൈമാണ്, ഹോംവർക്ക് ഉണ്ട് അല്ലേ തോമു? ഇന്ന് ഹോംവർക്ക് വന്നിട്ടില്ലേ ബിന്ദു മാം? എന്തിട്ടാ? എനിക്ക് നല്ല ഉറക്കം പറ്റിയ നാളെ ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിക്കുള്ളൂ. എനിക്ക് പറ്റണില്ല, എനിക്ക് ഉറക്കം വന്ന് സ്ട്രെസ് ഔട്ട് ആവണേ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. ഇതാണ് അപ്ഡേറ്റ്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ ഈ 6 മണിക്കല്ല 6-ാം തീയതിക്ക് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ സർജറി കൺഫേം ചെയ്തു കേട്ടോ, അതിൽ ഒരു മാറ്റവും ഇല്ല. ഇനി ഡോക്ടറിന് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഇത് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് തോമുൻ്റെ എന്തോ ഇതിലായല്ലോ തോമു? ഇല്ലല്ലോ, ഇതെന്തോ ചെളിയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നാളെ കാണാം, നാളെയല്ല ഏതെങ്കിലും ഒരു ദിവസം കാണാം. ടിൽ ദെൻ ബൈ പറ. ടേക്ക് കെയർ. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറ. ക്ലിയർ ആയിട്ട് പറയും, കൊഞ്ചാണ്ട് പറയൂ. അമ്മയ്ക്ക് സർജറിയാണ്, പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുറുമ്പെല്ലാം കുറച്ച് തരണം. അത് വളരെ കുറച്ച് സൗണ്ടിലാണ് പറഞ്ഞത്, കാരണം അത് ദൈവങ്ങാനും കേട്ട് കുറുമ്പ് കുറച്ചാലോ, ചുണ്ട് കടിച്ചു പിടിക്കില്ല. അപ്പം എല്ലാവർക്കും ബൈ ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഇതുപോലെ തന്നെ എന്നെ മുന്നോട്ട് സപ്പോർട്ട്. ആ തോമ ഇങ്ങനെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. ക്ലിയർ ആയിട്ട് പറയൂ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം തോമു പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പം ബൈ. ടേക്ക് കെയർ. See you. Miss you all. Bye bye.